യുദ്ധങ്ങളും അധിനിവേശങ്ങളും അവശേഷിപ്പിക്കുന്നത് നാശങ്ങളുടെ കഥയാണ്. എന്നാൽ ഈ കഥ അല്പം വ്യത്യസ്തമാണ്. യുദ്ധത്തിൽ തകർന്ന വായനശാലകളെ വേറിട്ടൊരു മാർഗത്തിലൂടെ പുനരുജ്ജീവിപ്പിക്കുകയാണ് ഇറാഖിലെ ഒരു പ്രൊഫസർ. മൊസൂൾ തെരുവുകളിലെ സ്ഥിരം കാഴ്ചയാവുകയാണ് ഇദ്ദേഹത്തിന്റെ സഞ്ചരിക്കുന്ന ലൈബ്രറി. വായനയിൽ വിലക്കപ്പെട്ട വിഷയങ്ങളില്ല, പാർശ്വവൽക്കരണമില്ല, ജാതി മത ലിംഗവർണ്ണ ഭേദങ്ങളുമില്ല. കലാപങ്ങൾക്കോ യുദ്ധങ്ങൾക്കോ വായനയെ നശിപ്പിക്കാനും സാധിക്കില്ല. കാലം കരുതിവെച്ച പ്രതിസന്ധികൾക്കിപ്പുറം സമൂഹത്തെ ബോധവൽക്കരിക്കാനും ശബ്ദം നൽകാനുമുള്ള ധീരമായ ശ്രമങ്ങൾക്കൊപ്പം നിൽക്കുകയാണ് ഇറാഖി പ്രൊഫസറായ അബ്ദുൾ സത്താർ അബ്ദുൾ ജബ്ബാർ. ആളുകളിൽ വായനാശീലം തിരികെ എത്തിക്കാൻ അദ്ദേഹം കണ്ടെത്തിയ മാർഗമാണ് ഈ മൊബൈൽ ലൈബ്രറി. 40 പേർക്ക് സഞ്ചരിക്കാനാകുന്ന ബസ്സിലൊരുക്കിയ ഒരു ചലിക്കുന്ന ലൈബ്രറി. ബസിന്റെ ഉൾവശത്ത് നിർമ്മിച്ച തടി ഷെൽഫുകളിലാകെ 1000 പുസ്തകങ്ങൾ. ഇതിനു പുറമെ ഇന്റർനെറ്റ് സൗകര്യവും 1.5 ദശലക്ഷത്തിലധികം വരുന്ന ബുക്കുകളുള്ള ഡിജിറ്റൽ ലൈബ്രറിയുമായി ബന്ധിപ്പിച്ച 10 കമ്പ്യൂട്ടറുകളുമുണ്ട്. വായനാ സംസ്കാരം വളർത്തുകയെന്ന ലക്ഷ്യത്തോടെ മൊസൂളിലെ തെരുവുകളിലൂടെ ഈ ബസ് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. 2014 IAS പിടിച്ചെടുത്ത മൊസൂൾ നഗരം 2017 സ്വതന്ത്രമായത്. അപ്പോഴേക്കും മൊസൂളിലെ ഭൂരിഭാഗം വായനശാലകളും നശിച്ചിരുന്നു. 24 മണിക്കൂറും പ്രവർത്തനക്ഷമമായ ലൈബ്രറികളും നഗരത്തിലുണ്ടായിരുന്നില്ല. വായനയെ സമൂഹത്തിന്റെ അവിഭാജ്യ ഭാഗമായി കാണുന്ന യൂറോപ്യൻ മോഡലിൽ നിന്നാണ് ഈ ആശയം ഉരുത്തിരിഞ്ഞത്. എവിടെ തിരിഞ്ഞാലും കഫേകളും റെസ്റ്റോറന്റുകളും കാണാം. എങ്കിൽ എന്തുകൊണ്ട് എവിടേക്കും എത്തിച്ചേരാവുന്ന ലൈബ്രറി ആയിക്കൂടാ എന്ന ചിന്ത മൊബൈൽ ലൈബ്രറി എന്ന ആശയത്തിലേക്ക് വഴിവെച്ചു. മൊസൂൾ ഹെറിറ്റേജ് ഫൗണ്ടേഷൻ, ജർമ്മൻ അക്കാദമി ഫോർ യൂത്ത്, കോറെക് ടെലികോം എന്നിവയുടെ പിന്തുണയോടെയാണ് പദ്ധതി യാഥാർത്ഥ്യമായത്. മൊബൈൽ ലൈബ്രറിയുടെ സേവനം പൂർണ്ണമായും സൗജന്യമാണ്. നൂതന സങ്കേതങ്ങളിലൂടെ ഭാവിയിൽ കൂടുതൽ നവീകരണത്തിനും ലക്ഷ്യമിടുന്നുണ്ട്. നഗരങ്ങളിൽ റീഡിംഗ് ക്ലബ്ബുകൾ രൂപീകരിക്കുന്നതുൾപ്പെടെ ആലോചനയിലുണ്ട്. സ്മാർട്ട് ഫോണുകളിൽ മുഴുകിയിരിക്കുന്ന പുതുതലമുറയ്ക്ക് വേണ്ടിയും ഇവിടെ പദ്ധതികളുണ്ട്. പേപ്പർ പുസ്തകങ്ങളിൽ തൽപരരല്ലാത്തവർക്ക് ബുക്കുകൾ സുലഭമാണ്. പുസ്തകങ്ങൾ കെയ്റോയിൽ എഴുതി ബെയ്റൂട്ടിൽ അച്ചടിച്ച് ബാഗ്ദാദിൽ വായിക്കുന്നുവെന്ന പ്രശസ്തമായ അറബ് പഴഞ്ചൊല്ലുണ്ട്. വായനയാണ് വിജ്ഞാനമെന്ന് വിശ്വസിക്കുന്ന സമൂഹത്തിലേക്ക് വായനക്കാരൻ ലൈബ്രറിയിലേക്ക് എത്തും മുൻപേ ലൈബ്രറി തന്നെ വായനക്കാരനരികിലേക്ക് എത്തുകയാണ്. മൊസൂളിൽ മാത്രമല്ല, സമീപത്തെ ഏത് പ്രദേശത്തും വായനയെ ഇഷ്ടപ്പെടുന്നവർക്കായി ഈ പുസ്തകവണ്ടി ഓടിയെത്തും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.